ധനപ്രതിസന്ധിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു എന്ന് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ അതേ ധനമന്ത്രി തന്നെ പറയുകയാണ് 45,000 കോടി കടമെടുക്കാം ഈ വർഷം. ഈ മാസം തന്നെ കടമെടുപ്പ് ആരംഭിച്ചാലേ നിൽക്കക്കള്ളിയുള്ളൂ. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുക. ഏപ്രിൽ 1-ാം തീയതി തന്നെ, അതായത് പല നികുതികളും പുതുതായിട്ട് ചുമത്തിയിരുന്നു, ലാൻഡ് ടാക്സിലെ വർധന വരുത്തിയിരുന്നു. അങ്ങനെ വരുത്തിയ മാറ്റങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് നിലവിൽ വന്ന ദിവസമാണ് ഏപ്രിൽ 1. ആ ഏപ്രിൽ 1 തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവന വരുന്നു, 45,000 കോടി ഈ വർഷം കടമെടുക്കാം എന്ന്. എന്താ ഈ 45,000 കോടി അദ്ദേഹം സ്വപ്നം കണ്ടതാണോ? അല്ല സുഹൃത്തുക്കളെ. അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് 2003 കൊണ്ടുവന്ന ആക്ട് 2002 പാർലമെന്റിൽ കൊണ്ടുവന്നു. 2003 അത് പാസാക്കി. 2003 സംസ്ഥാനങ്ങളിലൊക്കെ അത് പാസാക്കി. അങ്ങനെ കൊണ്ടുവന്ന ആക്ട് അനുസരിച്ച് ചില പ്രത്യേക നിബന്ധനകളുണ്ട്, മാൻഡേറ്റ്സ് ഉണ്ട് ആ ആക്ടില്. അതിലെ 1-ാമത്തെ മാൻഡേറ്റ് ആണ് ഒരു വർഷം എടുക്കാവുന്ന കടം, ഒരു സംസ്ഥാനത്തിന് എടുക്കാവുന്ന കടം അതിന്റെ GSDP, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ആഭ്യന്തര മൊത്ത വരുമാനം, അതിന്റെ 3% ആയിരിക്കണം എന്ന്. അതാണ്. രണ്ടാമത്തത് അതിന്റെ സഞ്ചിത കടം GSDPയുടെ 29% ആയിരിക്കണം. അങ്ങനെ അത് റവന്യൂ ഡെഫിസിറ്റ് 0 ആക്കണം. അങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റ് GSDPയുടെ 3% ആയിരിക്കണം. ഇങ്ങനെ പല മാൻഡേറ്റ്സ് ഉണ്ട്. അതിലെ 1-ാമത്തെ മാൻഡേറ്റ് ആണ് കടവുമായിട്ട് ബന്ധപ്പെട്ടത്. അതായത് ഒരു വർഷം ഒരു സംസ്ഥാനത്തിന് എടുക്കാവുന്ന കടം, കേന്ദ്രത്തിനും അങ്ങനെ തന്നെയാണ്, എടുക്കാവുന്ന കടം GSDPയുടെ 3%. അപ്പോൾ ഈ വർഷം 45,000 കോടി കടം എടുക്കാം എന്ന് ശ്രീ ബാലഗോപാൽ പറയുമ്പോൾ എത്രയായിരിക്കണം നമ്മുടെ GSDP എത്രയായിരിക്കണം എന്നുള്ളത് അന്വേഷിച്ച് എവിടെയും പോകണ്ട. നമ്മുടെ ബജറ്റ് ഇൻ ബ്രീഫ് എന്ന് പറഞ്ഞ ഔദ്യോഗിക രേഖയുണ്ടല്ലോ, ആ ഔദ്യോഗിക രേഖയുടെ 1-ാമത്തെ ടേബിൾ തന്നെ അത് പറയുന്നുണ്ട്. ഔദ്യോഗിക രേഖയുടെ 1-ാമത്തെ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് 1-ാമത്തെ ടേബിള്, ടേബിൾ A1. ടേബിൾ A1ന്റെ താഴെ അവിടെയുണ്ട് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GSDP 2025-26 എത്രയാണ്? 14,27,145.23 കോടി. അപ്പൊ ഈ 14 ലക്ഷം കോടിയിലധികം, 14,27,145.23 കോടി, അതിന്റെ 3% എത്ര വരും? അതിന്റെ 45,000 കോടി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ശ്രീ ബാലഗോപാൽ. 45,000 കോടി എന്ന് പറയുന്ന 14,27,145.23 കോടിയുടെ 3.15% വരും കേട്ടോ. അപ്പം 14,27,145.23 കോടിയാണ് പ്രതീക്ഷിക്കുന്ന ആഭ്യന്തര മൊത്ത വരുമാനം. അതിന്റെ 3%ആണ് കടമെടുക്കാവുന്നത്. ഇപ്പൊ പറഞ്ഞ 45,000 കോടി എന്ന് പറയുന്ന അതിന്റെ 3.15% ഈ 1.15% എന്തിനാണ് കൂട്ടി പ്രതീക്ഷിച്ചിരുന്നത് എന്നറിഞ്ഞുകൂടാ. പക്ഷേ ഇത് മുഴുവൻ കടമെടുക്കാൻ കേന്ദ്രം സമ്മതിക്കുമോ? ഇല്ല. കാരണം കഴിഞ്ഞ വർഷം നമുക്കറിയാം എന്തുമാത്രം വാദപ്രതിവാദങ്ങൾ നടന്നു. എത്രയോ പ്രാവശ്യം എന്നിട്ട് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാനും വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എടുക്കാനും ഒക്കെ ആയിട്ട് ശ്രീ ബാലഗോപാൽ റിസർവ് ബാങ്കിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു, കോടതി കയറുകയും ഒക്കെ ചെയ്തു. അപ്പം എന്താണ് ഇത്രയും എടുക്കാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ ഗവൺമെന്റ് പിടിച്ച പിടിക്ക് കിഫ്ബിയെയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡിനെയും ഒക്കെ എങ്ങനെയാ പറയുന്നത്, അതായത് ബജറ്റിന് പുറത്തുള്ള കടം കൊള്ളാനുള്ള ഏജൻസികൾ എന്നാണ് പറയുന്നത്. പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര ഗവൺമെന്റും പറയുന്നു അത് ബജറ്റിനകത്ത് തന്നെയുള്ള വെഹിക്കിൾസ് ആണ്, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ്, കടം വാങ്ങാനുള്ള പ്രത്യേക വെഹിക്കിൾസ് അല്ല, ബജറ്റിനകത്ത് തന്നെയുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് അവ വഴി എടുക്കുന്ന കടം കൂടി ചേർത്തിട്ടേ ഈ 3% ആക്കാവൂ. അതുകൊണ്ടാണ് 45,000 കോടി കേന്ദ്രം അനുവദിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നത്. അപ്പൊ ശ്രീ ബാലഗോപാൽ ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഈ 45,000 കോടിയിൽ നിന്ന് ആദ്യത്തെ ഗഡു വായ്പ എടുക്കാൻ സമ്മതിക്കണം.
അതായത് സാധാരണ രീതിയിൽ പഴയ കാലത്തെ ഒക്കെ വെച്ചാണെങ്കിൽ ഏപ്രിൽ 1 ആകുന്നതിന് മുൻപ് തന്നെ വായ്പ എടുക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ റെഡിയായേനെ. പക്ഷെ ഇപ്പൊ അതായിട്ടില്ല. എന്തുകൊണ്ടാകാത്തത് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് കാരണങ്ങൾ വല്ലതും ഉണ്ടോ എന്ന്. പക്ഷെ റിസർവ് ബാങ്കിനും കേന്ദ്ര ഗവൺമെന്റിനും ഒക്കെ ഒരു ഭയം കാണും. ഇത് ഇപ്പോഴേ തുറന്നു കൊടുത്തു കഴിഞ്ഞാല് നേരത്തെ തന്നെ വാങ്ങിക്കാവുന്ന കടം മുഴുവനും കൊണ്ട് പിന്നെ ഇനി കടം വേണം എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് ചെല്ലും. അതിനേക്കാൾ ഭേദം ഇപ്പോഴേ തന്നെ ഒന്ന് പതുക്കെ കടിഞ്ഞാൺ ഇടുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചാകാം പതുക്കെ പതുക്കെ മതി ഈ കടമെടുപ്പിനുള്ള സാധ്യതകൾ തെളിവാക്കി കൊടുക്കുക എന്ന് കരുതിയിട്ടാകാം. അതോ ഇനി കാര്യക്ഷമതയുടെ കാര്യത്തില് കേരളം പോലെ തന്നെയാണോ കേന്ദ്രം എന്നും നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പൊ അങ്ങനെ രണ്ടായാലും ഇപ്പൊ കടം കിട്ടാതെ ഇരുന്നാല് എന്താ ഇനി ഒരു മാർഗം? കടം എടുക്കാൻ പറ്റാതെ വന്നാല് ഇപ്പോ പിന്നെ കഴിഞ്ഞ മാസത്തെ ശമ്പളവും ഒക്കെ കൊടുക്കേണ്ട സമയമായി. അത് തന്നെയല്ല, ശമ്പളം മാത്രമല്ല, ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് പെൻഷൻ കുടിശ്ശിക, ഡിയർനെസ് റിലീഫ് കുടിശ്ശിക, ഇതൊക്കെ കിടക്കുന്നത് ഉടനെ തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കൊടുക്കണമെങ്കിൽ കൂടുതൽ പണം വേണം. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ അത് കൊടുക്കണം. അതുപോലെ ആശാ വർക്കർമാര് എത്രയോ ദിവസമായി നിരാഹാര സമരം പോലും തുടങ്ങിയിട്ട്, എന്നിട്ട് ആ പാവങ്ങളുടെ നേരെ യാതൊരു കാരുണ്യവും കാണിച്ചിട്ടില്ല. അവർക്ക് ആശയ്ക്ക് ഒരു വഴിയും കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള അവസരത്തില് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് വന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ എന്താണ് ഒരു പോംവഴി? ഇതാണ് ബാലഗോപാൽ സാർ ചുഴിഞ്ഞാലോചിക്കുന്നത്. ആ ആലോചനയിൽ അദ്ദേഹത്തിന്റെ സാധാരണ രീതിയിൽ എത്തിപ്പെടാവുന്ന 1-2 മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗം തന്നെ ഓവർ ഡ്രാഫ്റ്റ് ആണ്. അപ്പൊ ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്കിന്റെ കൗണ്ടർ വഴി ആണ് ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ടത്. അതിന് ഒരു 144 തവണ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുക. അതായത് വർഷത്തിന്റെ ഒരു ക്വാർട്ടറിൽ 36 തവണ ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം. അങ്ങനെ 4 ക്വാർട്ടറും കൂടി 144 തവണ ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം. പക്ഷേ ഒരു ഓവർ ഡ്രാഫ്റ്റ് എടുത്താൽ അത് തിരിച്ചടച്ചു കഴിഞ്ഞതിന് ശേഷം, പലിശ സഹിതം തിരിച്ചടച്ചതിന് ശേഷമേ അടുത്ത ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാൻ പറ്റൂ. അങ്ങനെയൊക്കെയുള്ള നിബന്ധനകൾ ഉണ്ട്. പിന്നെ എടുക്കാവുന്നത് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് ആണ്. അതുമൊക്കെ കണ്ടീഷണലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ മേഖലകളിലേക്ക് തിരിയുന്നത് ഈ വർഷാരംഭത്തിൽ തന്നെ വേണോ? എവിടെ പോയി ഈ നികുതി പിരിച്ചെടുക്കാനുണ്ടായിരുന്നു? അതായത് പുതിയ നികുതി പരിഷ്കരണത്തിന്റെ വേളയിൽ വർഷാരംഭത്തിൽ തന്നെ കിട്ടേണ്ട വരുമാനമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അവസാനം പിരിച്ചെടുക്കേണ്ടിയിരുന്ന പണം, ഇതൊക്കെ മാർച്ച് മാസത്തിൽ പിരിച്ചെടുക്കേണ്ടിയിരുന്നത് ഒക്കെ കിട്ടേണ്ടതാണ്. ഇതൊക്കെ എവിടെ പോയി? നികുതി വരുമാനമുണ്ട്, നികുതിയേതര വരുമാനമുണ്ട്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. അതിൽ ഏതൊക്കെ? അങ്ങനെയുള്ള ഒരു മാർഗവും ഇല്ലേ നോക്കാൻ എന്ന് പറയുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഓർത്തു പോകുന്നത് ഈ കഴിഞ്ഞ ബജറ്റിൻ ബ്രീഫ് ഒന്നുകൂടി എടുക്കുകയാണെങ്കിൽ, അതായത് ഈ ബജറ്റിൻ ബ്രീഫ് ഒന്നുകൂടി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് A39 എന്നൊരു ടേബിൾ ഉണ്ട്. A39 എന്നൊരു ടേബിള് ടാക്സ് റവന്യൂസ് റേസ്ഡ് ബട്ട് നോട്ട് റിയലൈസ്ഡ്, അതായത് നികുതി ചുമത്തി പക്ഷേ പിരിച്ചെടുത്തില്ല എന്ന് വെച്ചാൽ കുടിശ്ശികയായി പോയെന്ന്. എന്തുമാത്രം കുടിശ്ശിക? വിവിധ മേഖലകളിലെ കുടിശ്ശിക. ഇതിനകത്ത് ഒത്തിരി കോളംസ് പറയുന്നുണ്ട് കേട്ടോ. ഒത്തിരി കോളംസും ഒത്തിരി റോസും ഉണ്ട്. ആ റോസിലൊക്കെ ഓരോ മേഖലയെ പറ്റിയാ പറയുന്നത്. അപ്പൊ അവസാനം വരുമ്പോ എന്തുമാത്രം കുടിശ്ശികയാ പിരിച്ചെടുക്കാനുള്ളത്? 22,814 കോടി. 22,814 കോടിയാണ് കുടിശ്ശിക പിരിച്ചെടുക്കാൻ കിടക്കുന്നത് 24-25 വർഷത്തില്. എന്ത് പറ്റി ഈ കുടിശ്ശിക? അതിനകത്ത് എന്താ പറയുക, അതിനകത്ത് ട്രൈബ്യൂണലിൽ പോയത് കാണും, അതുപോലെ തന്നെ കോടതി കയറിയത് കാണും. എന്ന് വെച്ചാൽ തടസ്സങ്ങളോടുകൂടി പിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കാണും. ഒരു തടസ്സവും ഇല്ലാത്തതും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 16,201.92 കോടി, അതായത് 16,201.92 കോടി ഒരു തടസ്സവും ഇല്ലാത്ത കുടിശ്ശികയാണ്. ഒരു തടസ്സവും ഇല്ലാത്ത കുടിശ്ശിക പോലും പിരിച്ചെടുക്കുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് തന്നെ CAG സൂചിപ്പിച്ചിട്ടുണ്ട് പല തവണ കേട്ടോ. നമ്മുടെ ഗവൺമെന്റ് പക്ഷെ അതൊന്നും ഗവനിക്കത്തില്ല. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിനെ പറ്റിയാ. കുടിശ്ശിക പിരിച്ചെടുത്തിട്ടില്ല 22,000 കോടി, 16,201 കോടി ഒരു തടസ്സവും ഇല്ലാതെ പിരിച്ചെടുക്കാതെ കിടക്കുന്നു എന്ന് പറയുന്നു അല്ലേ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കേട്ടില്ലേ, നാരങ്ങാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വില്ലേജ് ഓഫീസർ, ഒരു ജോസഫ് ജോർജ്,
ജോസഫ് ജോർജ് എന്ന മിടുക്കനായ വില്ലേജ് ഓഫീസർ, പക്ഷെ കണ്ട ഒരു പാവത്താനെ പോലെയാണ് കേട്ടോ. അദ്ദേഹം ഒരു മിടുക്കനെന്നൊന്നും ഭാവിച്ചിട്ടല്ല സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രവർത്തകനോട്, ശക്തനായ ഒരു പാർട്ടി പ്രവർത്തകനോട് അടയ്ക്കേണ്ട നികുതിയെ പറ്റി ഓർമ്മപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അടച്ചിട്ടില്ല, അടയ്ക്കാനുണ്ട്, അടയ്ക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ജോസഫ് ജോർജ് പറയുന്നു, താങ്കൾ അത് 31-ാം തീയതിക്ക് മുൻപ് അടയ്ക്കണം. അപ്പോ മറുഭാഗത്ത് നിന്ന് ചോദിക്കുന്നു, അടച്ചില്ലെങ്കിൽ ആക്ഷൻ എടുക്കുമെന്ന് പറയുന്നു. അപ്പോ മറുഭാഗം എന്താ പറഞ്ഞത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പത്രങ്ങളിൽ കണ്ടു, അതുപോലെ തന്നെ പിന്നെ എല്ലാ ചാനലുകളിലും അത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭീഷണിയുടെ സ്വരം, ജോസഫ് ജോർജിന്റെ പിന്നെ ഭയത്തോടു കൂടി എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് നാരങ്ങാനത്ത് നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും സുരക്ഷിത മേഖലയിലേക്ക് സ്ഥലമാറ്റം തരണം എന്ന് വരെ ആവശ്യപ്പെടുന്നത് നമ്മൾ കേട്ടു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നിട്ട് ഒരു പാർട്ടി നേതാവ്, അദ്ദേഹത്തെ എനിക്ക് വലിയ ബഹുമാനമായിരുന്നു കേട്ടോ, ആ പാർട്ടി നേതാവിന്. അതുവരെ, ഇപ്പോഴില്ല. എന്താണ് ആ പാർട്ടി നേതാവ് പറഞ്ഞത്? അയ്യോ, അദ്ദേഹമോ, അതായത് ഈ വിരട്ടിയ ആ പാർട്ടിക്കാരൻ, അതായത് ആരാണോ നികുതി അടയ്ക്കാത്തത്, അടയ്ക്കാൻ ആവശ്യപ്പെട്ടാൽ നിന്നെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ആ നേതാവിനെ പറ്റി ഈ പാർട്ടിയുടെ ഉന്നത നേതാവ് പറഞ്ഞത് എന്താണ്? അയ്യോ, അദ്ദേഹം ശുദ്ധരിൽ വച്ച് ശുദ്ധനാണ്, അദ്ദേഹം ഒരു തരത്തിലുള്ള തിന്മയും പൂശപ്പെട്ട ആളല്ല, മറിച്ച് ഈ ജോസഫ് ജോർജ് ആണെങ്കിലോ വലിയ കൈക്കൂലിക്കാരനാണെന്നുമാണ് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിൻ്റെ കഥയിലേക്ക് നമുക്കിനി പോകണ്ട. നമുക്കറിയാമല്ലോ, കണ്ണൂര് ഒരു നല്ല ഓഫീസർ ഈ ജോസഫ് ജോർജിന്റെ ഇപ്പൊ അതിനേക്കാളും ഉയർന്ന പദവിയിൽ ഇരുന്നു എന്ന് തോന്നുന്നു, ഇരുന്ന ഒരാള് സൂയിസൈഡ് ചെയ്യേണ്ടി വന്ന അവസ്ഥ, എന്തൊക്കെ പേരുകൾ ചാർത്തിയാണ് അദ്ദേഹം ജീവിതം ഹോമിക്കേണ്ടി വന്നത്. അങ്ങനെ ഹോമിച്ചു കഴിഞ്ഞപ്പോൾ ആർക്കാണ് അതിന്റെ ദുരന്തം? അതിന്റെ ദുരന്തം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമാണ്, വേറെ ആർക്കും ഒരു ദുരന്തവുമില്ല. ഒരാൾ സൂയിസൈഡ് ചെയ്തു പോയാൽ താഴെ ഇരിക്കുന്ന ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടി ആ പൊസിഷനിലേക്ക് വരും. അങ്ങനെ ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദുരന്തം ഉണ്ടാകുന്നത് ആ കുടുംബത്തിന് മാത്രമാണ്. അതുപോലെയാണ് ജോസഫ് ജോർജ് പറഞ്ഞതും, സ്ഥലമാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടതും ഒക്കെ. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. CAG റിപ്പോർട്ട് വെബ്സൈറ്റിൽ നിന്ന്, CAGയുടെ വെബ്സൈറ്റിൽ ഒന്ന് കയറിയാൽ മതി. CAG റിപ്പോർട്ടില് ഈ പറയപ്പെട്ട, അതായത് ഇന്റേണൽ ഓഡിറ്റിങ്ങിനെ പറ്റിയുള്ള ഭാഗം, റവന്യൂ റിപ്പോർട്ടിലെ ഇന്റേണൽ ഓഡിറ്റിങ്ങിനെ പറ്റിയുള്ള ഭാഗം ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അതിൽ എന്താ ഇന്റേണൽ ഓഡിറ്റിങ്ങിനെ പറ്റി പറയുന്നത്? ഇന്റേണൽ ഓഡിറ്റേഴ്സ്, ഇഷ്ടം പോലെ ഓഡിറ്റേഴ്സ് ഉണ്ട് ഗവൺമെന്റ് സർവീസിൽ, ഇന്റേണൽ ഓഡിറ്റേഴ്സ്. ആ ഓഡിറ്റേഴ്സിന് എന്തിനാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? ഇന്റേണൽ ഓഡിറ്റിംഗ് 36 വകുപ്പുകളും അതിന്റെ എല്ലാ ഉപവകുപ്പുകളും ഉണ്ട്. ആ വകുപ്പുകളുടെ എല്ലാം കൃത്യമായ ഓഡിറ്റ് നടത്തി റിപ്പോർട്ട് തയ്യാറാക്കുക. അതിനുശേഷമാണ് CAG ഓഡിറ്റിങ്ങിന് വരിക. അപ്പൊ ഈ ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഓഡിറ്റിങ്ങിന് ചെല്ലണം. എന്തിനാ ഓഡിറ്റിങ്ങിന് പോകുന്നത്? ഇതുപോലെ നികുതി അടയ്ക്കാത്തവരെ പെർസ്വേഡ് ചെയ്യുക, അവരെ ഐഡന്റിഫൈ ചെയ്ത് ഓഫീസർമാരുടെ കൈ കൊടുക്കുമ്പോഴാണ് ഓഫീസർമാർ അവരെ വിളിച്ച്, നിങ്ങൾ നികുതി അടയ്ക്കാത്തത് എന്തെന്ന് ചോദിക്കുക. അങ്ങനെ നികുതി അടയ്ക്കാത്തതിന്റെ കാരണം ചോദിച്ച് ഉടനെ അടയ്ക്കണം അല്ലെങ്കിൽ ആക്ഷൻ എടുക്കും എന്ന് പറയും. അങ്ങനെ പറയുമ്പോഴാണ് സാധാരണ രീതിയിലുള്ള ആൾക്കാരൊക്കെയാണ് ഈ പോയി നികുതി അടയ്ക്കും. കാരണം ഈ അവസാനം വരെ നികുതി കൊടുക്കാതിരിക്കുന്നത് അവർക്ക് ലാഭം ഉണ്ടായിട്ടാണ്. ഗവൺമെന്റിന് ലാഭമല്ല, നഷ്ടമാണ്. എക്സ്ചക്കറിൽ ചെല്ലേണ്ട പണം ചെല്ലേണ്ട സമയത്ത് ചെന്നില്ലെങ്കിൽ ഗവൺമെന്റിന് നഷ്ടമാണ്. പക്ഷെ അത് സമയത്ത് അടയ്ക്കാത്തവർക്ക് ലാഭമാണ്. ആ പണം അവർക്ക് പുറത്ത് പലിശയ്ക്ക് കൊടുക്കാം, നികുതി അടയ്ക്കേണ്ട പണം. അങ്ങനെ അവർക്കത് കൂടുതൽ പണം കൊയ്യുന്ന ഒരു മരമാക്കി മാറ്റാൻ പറ്റും, നികുതി കൊടുക്കാതെ കയ്യിൽ വെച്ചിരിക്കുന്ന പണം. അപ്പൊ അങ്ങനെയുള്ളവരെ കൊണ്ട് നികുതി കൊടുപ്പിക്കുക, അവരെ പെർസ്വേഡ് ചെയ്യിക്കുക, അതാണ് ഓഫീസർമാരുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ചെലവാക്കണമെങ്കിൽ എങ്ങനെയാ? ഓരോ ഓഫീസറും ഓരോരുത്തരും ചെന്ന് ആരൊക്കെയാണ് നികുതി അടയ്ക്കാത്തതെന്ന് അറിയില്ല. ഓഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കണ്ടെത്തുക. ഓഡിറ്റ് ചെയ്ത് ഇത് കണ്ടെത്തി കഴിഞ്ഞാലാണ് ഓഫീസർക്ക് വിളിച്ച് പ്രേരിപ്പിക്കുക, പെർസ്വേഡ് ചെയ്യുക, നിങ്ങൾ അടയ്ക്കണം ഇന്ന ദിവസത്തിനകം അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുമെന്ന്. അങ്ങനെ പറയുമ്പോൾ ജോസഫ് ജോർജിന് കിട്ടിയതുപോലെയുള്ള റിപ്ലൈ, ഭീഷണിയാണ് ഒരുപാട് പേർക്കും കിട്ടുക. അതുകൊണ്ടാണ് നമ്മുടെ ഖജനാവ് എപ്പോഴും കാലിയായിട്ട് തന്നെ ഇരിക്കുന്നത്. നികുതി അടയ്ക്കേണ്ടവർ നികുതി അടയ്ക്കാതെ പകൽ മാന്യന്മാരായി നടക്കുന്നു. അടയ്ക്കടോ നികുതി കുടിശ്ശിക എന്ന് പറഞ്ഞാല്
നിന്നെ ഞാൻ തീർക്കുമെടോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് CAG റിപ്പോർട്ട് എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അന്ന് 2023 28,000 കോടി, 28,659 കോടിയാണെന്ന്, ആ ചില്ലറ എത്രയാണ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, കോടിയുടെ കുടിശ്ശിക അടയ്ക്കാനുണ്ടെന്നാണ് CAG റിപ്പോർട്ടിലുള്ളത്. ഇതൊക്കെ കൃത്യമായിട്ട് CAG കണക്ക് കൂട്ടി പറയുന്നുണ്ട്. അപ്പൊ ഇന്റേണൽ ഓഡിറ്റേഴ്സിനോട് ഞാൻ നേരിട്ട് ചോദിച്ചു, സുഹൃത്തുക്കളെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്താത്തത്? അവര് പറഞ്ഞു, പൊന്നു ടീച്ചറെ, ഞങ്ങൾ ഓഡിറ്റിംഗിന് തയ്യാറായി ചെല്ലുമ്പോൾ വകുപ്പുകൾ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടാ വകുപ്പുകൾ സമ്മതിക്കാത്തത്? വകുപ്പുകൾക്ക് ഈ നികുതി നിഷേധിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത് മുഖം രക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവരാരും അതിന് സമ്മതിക്കാത്തത്. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. അപ്പൊ 45,000 കോടി കടമെടുത്താൽ മാത്രമേ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നമുക്ക് ഓരോ അടി മുന്നോട്ട് വെച്ച് 2025-26 ചരിക്കാൻ പറ്റൂ എന്ന ഒരവസ്ഥ സംജാതമായിരിക്കുന്നത് നമ്മുടെ കഴിവുകേട്, നമ്മുടെ കാര്യക്ഷമത ഇല്ലായ്മയാണ്. ഞാൻ ഓർമ്മിക്കുകയാണ്, ചെല്ലയ്യ പറ്റി ഇവിടുത്തെ സാമ്പത്തിക ശാസ്ത്ര വിശാരദർക്കൊക്കെ അറിയാവുന്നതാണ്. രാജ ചെല്ലയ്യ, അദ്ദേഹത്തിന് വലിയ എന്താ പറയുക, അവാർഡുകളൊക്കെ കൊടുത്ത് രാജ്യം പിന്നെ ആദരിച്ച മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ജോലിയും ചെയ്യാതെ ഇരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 5 വർഷം, അതായത് ശമ്പള പരിഷ്കരണവും മറ്റതുപോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കൃത്യമായിട്ട് നേടിക്കൊടുക്കുക എന്ന് വെച്ചാൽ അത് റെന്റ് സീക്കിംഗ് ആണ്, എന്ന് വെച്ചാൽ കൈക്കൂലി മേടിക്കുന്നതിന് തുല്യമാണ്. അവനവന്റെ ജോലി കൃത്യമായിട്ട് ചെയ്തിട്ട് ശമ്പളം വാങ്ങാം, പക്ഷെ അവനവന്റെ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിക്കുന്നത് ഒരു തരത്തിലും ആത്മപ്രശംസാർഹമല്ല, അത് ആത്മഹത്യാപരമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ രാജ ചെല്ലയ്യയുടെ ഗ്രന്ഥം വായിക്കുക. അത് വായിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ തന്നെയാണ് അഭിജിത് ബാനർജി 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ അഭിജിത് ബാനർജി പറയുന്നത്, അതായത് കാര്യക്ഷമതയ്ക്കാണ് പ്രൊമോഷനും ഇൻക്രിമെന്റും ഒക്കെ കൊടുക്കേണ്ടത്, അതിനാണ് മാർക്ക് കൊടുക്കേണ്ടത് എന്ന്. അപ്പം ഈ പറയപ്പെട്ടതൊക്കെ ധിക്കരിച്ചുകൊണ്ട്, കാര്യക്ഷമതയെ അവഗണിച്ചുകൊണ്ട് ഈ കുടിശ്ശിക ഇടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമാണ് ഒരു ഗവൺമെന്റിനുള്ളത് എങ്കിൽ ഈ 45,000 കോടിക്ക് വേണ്ടി കടമെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് കരയേണ്ടി വരിക, അത് സാധാരണ സ്വാഭാവികമായ ഒരു പ്രതിഭാസം മാത്രമാണ്. നമസ്തേ സർക്കാർ.